ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് 11-ാം തീയതി ആയപ്പോൾ ഒരു മാസമായി കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പോയതിന് ശേഷം വീട്ടിലെ ജോലികളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. നമുക്കൊരാളെ നിർത്താൻ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. എങ്കിലും ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര വിഷമമാണ് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പം. പക്ഷേ നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മളല്ലാതെ വേറെ ആരെ ചെയ്യുക? നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ എൻ്റെ അമ്മമ്മ പാവം, അമ്മമ്മയുടെ കാര്യങ്ങൾ അമ്മമ്മ നോക്കും കേട്ടോ. പിന്നെ അമ്മമ്മയ്ക്കുള്ള ഭക്ഷണം, ചായ, അതുപോലെ എല്ലാം കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ അമ്മമ്മയ്ക്കും വിഷമമാണ് എൻ്റെ കാര്യത്തിൽ. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് അവളെ കൊണ്ടാവുന്ന പോലെ കുഞ്ഞിന് ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി ഞാൻ മോളെ ട്യൂഷനൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സിങ്കിൽ പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കഴുകി വെച്ചിട്ട് അമ്മമ്മയ്ക്ക് ചായ എത്താനുള്ള പരിപാടിയാണ് കേട്ടോ. എന്താ പറയുക, തൈറോയിഡിൻ്റെ സർജറിക്ക് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ കുറേ മാറ്റം ഉണ്ട് കേട്ടോ. നമുക്കിപ്പം കഴുത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അനക്കാനൊന്നും നോക്കില്ല കേട്ടോ. അതിന് കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കഴുത്ത് നമ്മുടേതായ രീതിക്ക് വരാൻ. പണ്ടത്തെ പോലെ ആയാസപ്പെട്ട് ഇങ്ങനെ എടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ആയാസപ്പെട്ട പണി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കഴുത്ത് ഉളുക്കുന്നൊരു ഇതുണ്ട്. അത് തൈറോയ്ഡ് സർജറി കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ എനിക്കിപ്പം 2-3 പ്രാവശ്യം ഉളുക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ചെറിയ വെയിറ്റ് എടുക്കുക, അപ്പോൾ അങ്ങനെയൊക്കെ അമ്മ ഉളുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മമ്മയ്ക്ക് കടുപ്പം കുറച്ച് മതി ചായ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേയില നോക്കുവാണ്. എൻ്റെ അടുത്ത് അപ്പുറത്തിരുന്നിട്ട് ഞാൻ തേയില കണ്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കിടന്ന് നോക്കുക, ലാസ്റ്റ് കിട്ടി. അപ്പം കുറച്ച് തേയില അമ്മമ്മയ്ക്ക് മതി കേട്ടോ. ഇനി എനിക്ക് 2 മാസം കഴിഞ്ഞ് മതി എനിക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. 6 മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു സ്കാനിങ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഇച്ചിരി കൂടുതലാട്ടോ. സർജറിക്ക് ശേഷം അല്ലെങ്കിലും നമുക്ക് തൈറോയ്ഡ് കൂടുതലായിരിക്കും. 13 ഉണ്ട്. അപ്പോൾ ഇനിയും 125ൻ്റെ ഗുളിക ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ആ 125ൻ്റെ ഗുളിക കഴിക്കുമ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക എടുക്കുന്ന എല്ലാവർക്കും, മിക്കപ്പെട്ട സ്ത്രീകൾക്കും അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു പുരുഷന്മാരിലും തൈറോയ്ഡ് കൂടുതലാണെന്ന് തോന്നുന്നു. ഗുളിക എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, എല്ലാവർക്കും അറിയാമല്ലോ അത്. എന്താ പറയുക, എൻ്റെ സർജറി എങ്ങനെയായിരുന്നു, എന്താ പറയുക, അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു. അത് ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ അറിഞ്ഞതാണ് കേട്ടോ. ഞാൻ 7 വർഷത്തോളമായി തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. പക്ഷേ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് തൈറോയിഡിന് നോഡ്യൂളും അതുപോലെ തന്നെ മുഴയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം നിങ്ങളും തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു സ്കാനിങ് ഒക്കെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യണം. അപ്പം ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.